അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മുതലാകത്തില്ല. ആ മുതലാകുമ്പോൾ ചെയ്യാതെ അത് എന്നാ ചെയ്യണം? ഞങ്ങൾ മുതലാകാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് മുതലാകാൻ ഞങ്ങൾ ജീവിക്കണം, ഞങ്ങൾ പിള്ളേരൊക്കെ വളർക്കണം. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ഒരു വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികളെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുക. മലയാളി മാത്രമല്ല, എവിടെ തമിഴ്ക്കാരും കൊള്ളുന്നുണ്ട്. അവരും മേടിച്ച് കഴിക്കുന്നുണ്ടല്ലേ? അവർ മേടിക്കുക, അറിയാത്തവരൊക്കെ മേടിച്ച് കഴിക്കില്ലേ? നിങ്ങളുടെ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു കിലോ ഈ പറയുന്ന തക്കാളി കൊണ്ടുപോയി എന്റെ കുഞ്ഞിന് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? വേണ്ട, കൊടുക്കേണ്ട അവസ്ഥ ആയിപ്പോയി. പിന്നെ എന്നാ ചെയ്യണ? നിങ്ങൾ മേടിച്ച് ഞാൻ കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പം ഈ വിഷത്തിനകത്ത് ഈ സാധനം മുക്കിയിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോലെ സ്പോട്ടിൽ മരിക്കല്ലേ? ഇത് കുറച്ചായിട്ട് കഴിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവും. സത്യം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാം ഒരു സർക്കാർ എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്താലേ നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാം ഇതുപോലെ കിളികൾ വന്ന് കൊത്തിയാൽ ഉടനെ നിങ്ങൾക്ക് കണ്ടാറിയാം, കൊത്തിയാൽ ഉടനെ ചത്തുപോണ കിളികൾ ഇവിടെ കിടപ്പുണ്ട്. എന്താ കിടക്കില്ല? ഇവിടെ എല്ലാം ഇങ്ങനെ കിളികൾ ചത്ത് കിടപ്പുണ്ട്. ദയവ് ചെയ്ത്, കാരണം ഈ വിഷം എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ വിഷമാണ്. ഞാൻ ഈ പറഞ്ഞ വെളിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ കാര്യമാണ്. കാരണം ഇത്രയും മാരകമായ വിഷമാണ് ഇവിടെ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ദയവായിട്ട് നിങ്ങൾ കൃഷിയിടങ്ങളിൽ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വഴുതനയോ ഒരു വെണ്ടയോ ഒക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒരുപാട് ഈ പറയുന്ന ജൈവ വളങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവരെ ആരും പ്രോത്സാഹിപ്പിക്കുകയില്ല. അവരെ ഈ പറയുന്ന ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇവിടുത്തെ ഏറ്റവും ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷി വകുപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരിക്കലും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ ജൈവ കൃഷി രീതി, അതായത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർക്ക് മീഡിയയിൽ പറയും, പക്ഷേ ഇവർ ഒരിക്കലും ആ സാധനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം കോടികളാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത്. ഈ പറയുന്ന മരുന്ന് കമ്പനികൾ കൊടുക്കുന്ന കോടികൾ ലാഭം ഇവരാണെങ്കിൽ ഇവർ പറയുന്നുണ്ട്. ഇവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, അല്ലേ? വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആ നിവൃത്തിയില്ലാതെ കൊണ്ട് നമ്മൾ നല്ല സാധനം കിട്ടിയാൽ അത് മേടിച്ച് അടിക്കും. ഇത് വലിയ പാവമല്ലേ? ചത്ത് മുകളിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആരോട് സമാധാനം പറയും? എന്ത് ചെയ്യാനാ? നമ്മൾ വേറെ മാർഗം ഞങ്ങളും ജീവിക്കണം. എത്ര പേരെ കൊന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത്? ഞാൻ കേട്ട ബദൽ சொல்லு. കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത്? അത് ദിനം ദിനം എവ്വളോ പേഷ്യൻസ് വരും തരുമോ? ഇവിടുന്ന് വരുന്ന എന്തെങ്കിലും വെജിറ്റബിളിൽ വിഷമില്ലാത്തതുണ്ടോ? എല്ലാത്തിലും ഇருக்கு. അതായത് ഈ പറയുന്ന നാളികേരത്തിൽ വരും, തേങ്ങയിൽ വരെ ഉണ്ട്. തേങ്ങയിൽ ഇருக்கு, തേങ്ങയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. വിശ്വസിച്ച് എന്ത് കഴിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ നാട്ടിൽ നിന്ന്? ഒന്നും വിശ്വസിച്ച് കളിക്കാൻ പറ്റില്ല. അവർ ചോദിച്ചിട്ട് എന്താകണം? അല്ല, നിങ്ങളൊരു കാര്യം പറയണ്ട, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ദയവ് ചെയ്ത് കുട്ടികൾക്ക് ഈ വെജിറ്റബിൾ കൊടുക്കരുത്. അത് പറ. നേരെ കുട്ടികൾ കൊടുക്കരുത്. നമ്മൾ തന്നെ ഇച്ചിരി കുറച്ച് കളിക്കുന്നത് അത്രയും കഴിക്കാനേ പാടില്ല. എന്നാലും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇച്ചിരി കളിക്കണം. കളിക്കാതെ ശുദ്ധമായിട്ട് കളിച്ചാൽ അത്രയും